സുരേഷ് ഗോപി പോലീസ് വേഷം ചെയ്ത് കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി പോലീസാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ബറീഡ് തോട്ട്സ് എന്നാണ് ആ ബ്ലോഗിനൊക്കെ പേര്. തന്നെ മിസ്സാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജോലി കാണുന്നത്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കർ. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് നമുക്ക് ഏവർക്ക് സുപരിചിതനായ ജോസഫ് അന്നംകുട്ടി ജോസ് ആണ്. വെൽക്കം സർ ടു ദി ഷോ. ജോസഫ് അന്നംകുട്ടി ജോസിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ എങ്ങനെയാണ് സാർ ഈ ഒരു പോസിറ്റിവിറ്റി സാറിന്റെ ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അറിയില്ലല്ലോ എല്ലാവർക്കും അങ്ങനെ പോസിറ്റീവ് എനർജി എൻ്റെ പേര് ഉണ്ടോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പോസിറ്റീവ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല. ആളുകൾ കാണുന്നത് മുഴുവൻ നമ്മുടെ വീഡിയോസാണ്. വീഡിയോസിൽ നിങ്ങൾ മാക്സിമം കാണുന്നത് എൻ്റെ ഒരു 5 മിനിറ്റാണ്. 5 മിനിറ്റ് എന്തായാലും എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ ചിരിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ചിന്തിച്ച് പോകുന്നതാണ് നമ്മളിപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി പോലീസ് വേഷം ചെയ്ത് കുട്ടിക്കാലത്ത് സുരേഷ് ഗോപി പോലീസാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ സുരേഷ് ഗോപി പോലീസല്ലല്ലോ എന്ന് പറയുന്ന പോലെ എപ്പോഴും പോസിറ്റീവ് ആ മെയിൻ്റനൻസ് ഒന്നുമില്ലേ. നമുക്ക് കുറേ നല്ല സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ സങ്കടങ്ങളുണ്ടെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ ഇവരൊക്കെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. എപ്പോഴും ഒരു ഹൈ സ്പിരിറ്റിൽ പോകുന്ന ഒരാളല്ലേ. ഇപ്പൊ സാർ എഴുതിയ 3 പുസ്തകങ്ങളും പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിച്ചതാണ്. പ്രായഭേദമന്യേ എല്ലാവരും, അതിപ്പോ യൗവനക്കാരായിക്കോട്ടെ പ്രായമായവരായിക്കൊള്ളട്ടെ, അവർക്ക് വളരെയധികം പിന്തുണ സാറിന് ലഭിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ എഴുത്തെന്നുള്ളൊരു മേഖലയിലേക്ക് സാറ് കടന്നു വന്നത്? വായന കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. ഞാൻ 10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോയ ഒരാളാണ്. സെമിനാറിൽ പുസ്തകങ്ങളോട് നമുക്കൊരു ആക്സസ് ഉണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടൊരു ഗുരുവിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ വായിക്കുമായിരുന്നു. വായിച്ച് ഇപ്പം എനിക്ക് തോന്നി ഇതുപോലെ എനിക്ക് എഴുതാമല്ലോ എന്ന് തോന്നി ഞാൻ ചെറിയ കുറിപ്പുകളൊക്കെ ആ പുസ്തകത്തിൻ്റെ അടിയിൽ എഴുതുമായിരുന്നു. അതാണ് കുറിപ്പിൻ്റെ ആരംഭം. പിന്നീട് ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് ശേഷം ചൈനയിലായിരിക്കുമ്പോൾ വല്ലാണ്ട് ബോറടിച്ചിരുന്നൊരു സമയത്ത് സമയം കളയാൻ വേണ്ടി എന്തെങ്കിലും എഴുതണമെന്ന് എഴുതിയപ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനത് അതുപോലൊരു ബ്ലോഗാക്കി എഴുതി. ബറീഡ് തോട്ട്സ് എന്നാണ് ആ ബ്ലോഗിനൊക്കെ പേര്. അങ്ങനെ ആ എഴുതിയ കുറിപ്പ് കുറച്ച് കൂട്ടുകാർക്ക് കൊടുത്തു. ചിലർക്ക് നല്ലതാന്ന് പറഞ്ഞു, ചിലർക്ക് ഇനി എഴുതാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയൊരു ഇൻസ്പിറേഷനിൽ ബാക്കി എഴുതി. 30-35ഓളം ബ്ലോഗുകളായിപ്പോൾ അതിനകത്ത് 21 കൊടുത്തിട്ട് നമ്മൾ പുസ്തകമാക്കി. അത് പിന്നീട് DC ബുക്സ് എടുത്തു. അതിങ്ങനെ ആളിലേക്ക് എത്തി. പിന്നെ ഈ വായനക്കാർ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതണം എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത്. ഓക്കെ, നമ്മൾ എഴുതിയാൽ വായിക്കാൻ ആളുണ്ട്, വായിക്കാൻ ആരൊക്കെ ഉണ്ടെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ ഓരോന്ന് എഴുതുന്നത്. ആ ഉറപ്പ് എനിക്ക് പിന്നീട് കിട്ടി. അങ്ങനെ ഇപ്പോഴും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. വായിക്കാൻ ആളുകളുണ്ട് അവിടെ. ഓക്കെ, ഒരു എഴുത്തുകാരൻ എന്നതിലുപരി സാർ ഒരു RJ ആണ്, ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പോൾ സാർ RJ മിർച്ചിയിൽ RJ ആയി കുറച്ച് വർഷങ്ങൾ വർക്ക് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അത്രയേറെ സ്വാധീനം ചെലുത്തിയൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയത്? ഞാനവിടെ ഒരു 7 കൊല്ലം വർക്ക് ചെയ്തു. ഒരു ദിവസം ഒരു ഷോയിൽ ഞാൻ 9 കഥകൾ വെച്ച് പറയണം. അപ്പോൾ 9 × 8 years. കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമ്മൾ ഈ കഥകൾ പറഞ്ഞ് നമ്മൾ കാണുന്നതൊക്കെ കോണ്ടന്റായി മാറാൻ തുടങ്ങി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ റേഡിയോയിലാണെങ്കിൽ നാളെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്ക് കിട്ടിയ പഴംപൊരിയെ കുറിച്ചിട്ടായിരിക്കും, മരിയൻ കോളേജ് കുട്ടിക്കാലത്തേന്ന്, ചായയെ കുറിച്ചിട്ടായിരിക്കും, എന്നെ പരിചയപ്പെട്ട മനുഷ്യരെ കുറിച്ചിട്ടായിരിക്കും, ഇൻ്റർവ്യൂ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളായിരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്യണം. എനിക്ക് ഇവിടെ നിന്നൊക്കെ എന്തെടുക്കാനുള്ളതെന്നുള്ളൊരു തോട്ടിൽ മനുഷ്യരെ കാണാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലൈഫ് സിമ്പിളായിട്ട് കാണാൻ പറ്റാണ്ടായി. ആ 7 വർഷത്തെ RJ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മൈൻഡ് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ അറിയില്ല. എന്ത് വന്നാലും ഇങ്ങനെ ആലോചിച്ച് കാരണം അങ്ങനെ ഒരു ദിവസം 9 കഥകൾ പറയണം. നമ്മുടെ ഈ കഥ കേൾക്കുമ്പോൾ ആളുകൾ കേട്ടിരിക്കണം, ചാനൽ മാറ്റരുത്. അപ്പം അങ്ങനെ കുറേ കാലമായപ്പോൾ എനിക്ക് എന്നെ തന്നെ മിസ്സാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജോലി രാജിവെച്ചത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളും അവരുടെ മികച്ച കാര്യങ്ങളെക്കുറിച്ച്, വിജയങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ സാറിന്റെ സങ്കടങ്ങളെയും പരാജയങ്ങളെ കുറിച്ചൊക്കെ ഈ പറയുന്ന എഴുത്തുകളിലൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പരാജയങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നമുക്കെപ്പോഴും ബേസിക് ഒരു സൈക്കോളജിയാണ്. നമ്മൾ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ അയൽവക്കത്തെ വീട്ടിലും കറണ്ട് ഇല്ലെങ്കിൽ എന്തൊരു ആശ്വാസം ഉണ്ടാവും. അതിൻ്റെ ഒരർത്ഥം എല്ലായിടത്തും കറണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല, അയൽവക്കത്തെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷനായി. ഫ്യൂസ് ഊരിപ്പോയതാണ്, ഈ ഫ്യൂസ് കെട്ടാൻ അപ്പനെ വിളിക്കണം, ഇനി അപ്പം വരാൻ വൈകും, അതുവരെ എന്ത് ചെയ്യും, നാളെ പഠിക്കാനുണ്ട്, നാളെ രാവിലെ പോലെ ഡ്രസ്സ് വരെ തേച്ചിട്ടില്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ അപ്പുറത്തും കറണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പോൾ വരുമായിരിക്കും, എല്ലാവർക്കും കറണ്ട് ഇല്ലല്ലോ. സങ്കടങ്ങൾ പറയുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു. ഓ, ഇതേ പ്രശ്നം ഇയാൾക്കുണ്ട്, എനിക്ക് മാത്രമല്ല. മനുഷ്യൻ എപ്പോഴും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഒറ്റപ്പെടലാണ്. ഇതെന്താ എനിക്ക് മാത്രം എന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഖേദം.
ഇത് നിനക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇതുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്ക് എവിടെ ഒരു ആശ്വാസമുണ്ട്. എലിസബത്ത് രാജ്ഞിയാണെന്ന് തോന്നുന്നു, ഒരു യുദ്ധത്തിന് ശേഷം അവരുടെ ഒരു ഫൈറ്റർ ഹസ്ബൻഡ് മരിച്ചു. ആ വിധവയെ രാജ്ഞിയെ ആശ്വസിപ്പിച്ചത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, കാരണം ആളുടെ ഹസ്ബൻഡ് മരിച്ചതാണ്. ആ ആശ്വസിപ്പിക്കുന്ന എന്തോ ഒരു ഡെപ്ത് ഉണ്ട്. ഇപ്പൊ നമ്മളവിടെ മുറിവുകൾ തുറന്നു കാട്ടുമ്പോൾ അവിടെ എവിടെയോ ഒരു ആശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സങ്കടപ്പെട്ടാൽ എങ്ങനെ കരയാതിരിക്കാൻ മാക്സിമം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം. ഇപ്പം സാറിന്റെ 4ാമത്തെ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ പുസ്തകം ആരും കാണാത്ത യുദ്ധങ്ങളല്ലേ, അപ്പൊ എന്താണ് അതിന്റെ ഒരു ഉള്ളടക്കം? ഇതുപോലെ തന്നെ മനുഷ്യർ കടന്നു പോകുന്ന സ്ട്രഗിളാണ്. എവറി സ്ട്രഗിൾ ഇസ് എ ബാറ്റിൽ. നമ്മളെപ്പോഴും പറയും നമ്മൾ ഒരു ബ്രേക്കപ്പിൽ നിന്ന് പുറത്തിറക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്, അല്ലെങ്കിൽ അവൻ എന്നോട് ചെയ്തതിന് ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്, പാരൻസുള്ള ബന്ധത്തിന് നടുക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യാണ്. മനുഷ്യരൊക്കെ സ്ട്രഗിളിലാണ്, എന്തൊക്കെയോ സ്ട്രഗിളുണ്ട്. അങ്ങനെ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരുപാട് സ്ട്രഗിളുകളാണ് അതിനകത്തുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതെല്ലാവർക്കും ഉണ്ടല്ലേ, ഞാനും ഇതിലൂടെ കടന്നു പോകുന്നു, എവിടെയെങ്കിലും ഒരു ഉത്തരം കിട്ടുമായിരിക്കും എന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു സംഭവമാണ്. പണ്ട് ഒരിക്കലും വെള്ളച്ചാട്ടത്തിൽ കൂട്ടുകാർ ഇറങ്ങാൻ നിൽക്കുക, ഇത് നമ്മുടെ കൂട്ടത്തിൽ നടന്ന സംഭവമാണ്. ഒരുത്തൻ നല്ല ഒഴുക്കുണ്ട്, അവൻ അങ്ങോട്ട് കടക്കാൻ തീരുമാനിക്കണം, ഈ ഒഴുക്കിലൂടെ അപ്പുറത്തേക്ക് കടക്കാൻ നിൽക്കാം. കുറച്ചങ്ങ് ദൂരെ വെള്ളച്ചാട്ടമാണ്, ഇറങ്ങരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നടുക്കത്തിപ്പോൾ ഇവന് ഗ്രിപ്പ് എത്താൻ തുടങ്ങി, ടെൻഷനായി. അപ്പോൾ ഇവന് പേടി, അവനൊരു കല്ലുമ്പോ കുറച്ചുകൂടി നീങ്ങി ഒരു കല്ലുമ്പോ പിടുത്തം കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം, ഒരു കൂട്ടുകാരൻ കരയിൽ നിന്ന് പിടിച്ചു, അവൻ്റെ കൈ പിടിച്ച് വേറെ കൂട്ടുകാരൻ ഇറങ്ങിയിട്ട് അവനെ ഒറ്റ ചവിട്ട് കൊടുത്തു. ചവിട്ടിലവൻ നേരെ പോയിട്ട് ആ കല്ലുമ്പോ പിടിച്ചു. കുറച്ചേരുന്ന ഒഴുക്ക് കുറച്ചേരം നിന്നപ്പോൾ അവൻ അപ്പുറത്തേക്ക് എത്തി, രക്ഷപ്പെട്ടു. ഈ പുസ്തകം ഒരു ചവിട്ടാണ് എനിക്ക് തോന്നുന്നു, അടുത്തൊരു കല്ലുമ്പോ പിടിക്കാൻ രക്ഷപ്പെടുകയും. അപ്പൊ മുന്നേ പറഞ്ഞതുപോലെ ഈ പുസ്തകങ്ങളിലെല്ലാം സാർ വളരെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പരാജയങ്ങള്, സങ്കടങ്ങള്, അതുപോലെ തന്നെ ജീവിതത്തിൽ പറ്റി പല പല കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്കറിയാം പോസിറ്റിവിറ്റി മാത്രമല്ല, ആളുകൾ പലരും വിമർശനങ്ങളും എല്ലാം നേരിട്ടിട്ടുള്ള ആളാണ്. അപ്പം അതൊക്കെ എങ്ങനെ അതിനെ ഫേസ് ചെയ്തിട്ടുള്ള, ലൈക്ക് അതിനെ എങ്ങനെ കാണുന്നു, വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? ചില വിമർശനങ്ങൾ നമ്മളെ പരിക്കേൽപ്പിക്കാറുണ്ട്. ഞാനിങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ അത് വിമർശനങ്ങളല്ലേ ചിന്തിക്കാൻ മാത്രം ഒരു സെൻ മോഡിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. സാധാരണ മനുഷ്യൻ തന്നെയാണ് ഉള്ളിൽ. ഒന്ന് ഞാൻ ചിന്തിക്കും, ഇവരെന്താണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മളൊരു മണിക്കൂർ സംസാരിച്ചതിൽ നിന്ന് 1 മിനിറ്റത്തെ വീഡിയോ കട്ട് ചെയ്തിട്ട് അതിനെ വെച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ചിലർ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പടർത്തുമ്പോൾ നമ്മൾ ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത്, ഇതൊന്നും ഞാനല്ലല്ലോ. പക്ഷെ ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യകാലങ്ങളിൽ ഭയങ്കര സങ്കടവും ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഇത് പാർട്ട് ഓഫ് സൈഡ് എഫക്റ്റ് ആണ്. നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ ഏതൊരു മെഡിസിൻ കഴിച്ചാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം ഗ്രീൻ ടീ എന്നല്ല എന്ന് പറയാം. ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് ഗ്രീൻ ടീയുടെ സൈഡ് എഫക്ട്സ് ഒരു 15 സൈഡ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ എന്ത് കാര്യവും നല്ലതെന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഒപ്പം സൈഡ് എഫക്ട്സ് എന്ന് കൊടുത്താൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ലൈഫിൻ്റെയും പോപ്പുലാരിറ്റിയുടെയും സൈഡ് എഫക്റ്റ് ആണ് ഈ വിമർശനം. അത് ഇതിന് ഞാൻ കൊടുക്കുന്ന ടാക്സാണ്, അത് കൊടുത്തേ പറ്റും. അതുകൊണ്ട് ഞാനതിനെ സ്വീകരിക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് സാറിനെ വ്യത്യസ്തനാക്കുന്ന, മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു ക്വാളിറ്റി തന്നെയാണ്. എന്തും തുറന്നു പറയാനുള്ള ധൈര്യം. അതായത് വിജയങ്ങളെ മാത്രമല്ല പരാജയങ്ങളും ജീവിതത്തിലുണ്ട്, കൈപ്പേറിയതും കൂടിയാണ് ജീവിതം എന്ന് കാണിക്കുന്നതാണ്. ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടായിരിക്കാം സാറിന് ഇത്രയധികം ആരാധകരെല്ലാം കാണുന്നത്. അപ്പം ഇന്ന് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് സന്ദർശിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം താങ്ക് യു സർ.